തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. വെർച്വൽ ക്യൂവിൻ്റെ ടിക്കറ്റാണ്. അതും എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. എറണാകുളം ജില്ലയിൽ ആലുവ തിരുവൈരാണിക്കുളത്ത് വെള്ളാരപ്പള്ളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനാണ് പ്രതിഷ്ഠയെങ്കിലും പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവമാണ് ക്ഷേത്രത്തെ ഏറ്റവും പ്രസിദ്ധമാക്കുന്നത്. മഹാദേവന്റെ തിരുനാളായ തിരുവാതിര മുതൽ 12 ദിവസമാണ് നടതുറപ്പ് മഹോത്സവം. കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, പുറത്തുള്ളവർ പോലും ദേവീ ദർശനത്തിന് ഇവിടേക്ക് ഒഴുകിയെത്തുന്നു ഈ നാളുകളിൽ. നടതുറപ്പ് മഹോത്സവത്തിന് ദേവിയെ ദർശിച്ചാൽ മംഗല്യഭാഗ്യവും ദീർഘമംഗല്യവും ലഭിക്കുമെന്നും ദാമ്പത്യ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നുമാണ് പറയുന്നത്. ഈ ദിനങ്ങളിൽ സ്ത്രീകളുടെ തിരക്ക് വളരെ കൂടുതലായതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്നു. ഈ നടതുറപ്പിന് ദേവിയോട് പറയുന്ന ആഗ്രഹം അടുത്ത നടതുറപ്പിന് മുന്നേ നടക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. നടതുറപ്പ് മഹോത്സവത്തിന് ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ അകവൂർ മനയിൽ നിന്നും ഘോഷയാത്രയായാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. www.തിരുവൈരാണിക്കുളം.com എന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ശ്രീകോവിലിലാണെങ്കിലും പരസ്പരം അനഭിമുഖമായാണ് ശിവനും പാർവതിയും ഇരിക്കുന്നത്. ആദ്യകാലത്ത് ദേവീനട എല്ലാ ദിവസവും തുറക്കുമായിരുന്നു. 12 ദിവസം തുറക്കാൻ ഒരു ഐതിഹ്യവും ഉണ്ട് ഇവിടെ. അന്ന് മഹാദേവന്റെ നൈവേദ്യം പാർവതി ദേവിയാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ശാന്തിക്കാരൻ തിരുമേനി നിവേദ്യത്തിനുള്ള സാധനങ്ങളെല്ലാം തിടപ്പള്ളിയിൽ ഒരുക്കി വയ്ക്കുമ്പോഴേക്കും നിവേദ്യം തയ്യാറാക്കിയിരിക്കുന്നത് കാണാമായിരുന്നു. മറ്റാരും തിടപ്പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ക്ഷേത്ര നിയമവും ഉണ്ടായിരുന്നു. കാലാകാലങ്ങളായി ആ നിയമം പാലിച്ചു പോരുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ അന്നത്തെ ഊരായ്മക്കാരിൽ പ്രമുഖനായിരുന്ന അകവൂർ നാരായണൻ നമ്പൂതിരിക്ക് തിടപ്പള്ളിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനൊരു ജിജ്ഞാസയുണ്ടായി. പൂജാ സമയത്തിനു മുന്നേ അദ്ദേഹം വാതിൽ തുറന്നു നോക്കി. അപ്പോൾ സർവാഭരണ വിഭൂഷിതയായി പാർവതി ദേവി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ട നമ്പൂതിരി ഭക്തി പൂണ്ട് അമ്മയെ ജഗദംബികയെ എന്ന് വിളിക്കുകയും ചെയ്തു. ക്ഷേത്രാചാരങ്ങൾ തെറ്റിച്ചതിന് ദേവി കോപിഷ്ഠയാവുകയും ഇങ്ങനെ അരുളി ചെയ്യുകയും ചെയ്തു. കാലങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന അനുഷ്ഠാനങ്ങൾ തെറ്റിച്ചതിനാൽ ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകില്ല എന്നും എൻ്റെ ശ്രീകോവിൽ ഇനി അടഞ്ഞു തന്നെ കിടക്കട്ടെ എന്നും ദേവിയുടെ അരുളപ്പാടുണ്ടായി. ഇത് കേട്ട് പരവശനായ നമ്പൂതിരിപ്പാട് ദേവിയോട് മാപ്പപേക്ഷിച്ചു. തനിക്ക് ജിജ്ഞാസ കൊണ്ടുണ്ടായ തെറ്റാണെന്ന് കേണു മാപ്പപേക്ഷിച്ചപ്പോൾ ഭക്തനും ശുദ്ധനുമായ നമ്പൂതിരിപ്പാടിൽ മനസ്സലിഞ്ഞ് ദേവി ഇങ്ങനെ അരുളി ചെയ്തു. ഭഗവാന്റെ തിരുനാൾ മുതൽ 12 ദിവസം ഭക്തർക്ക് ദർശനം നൽകാമെന്നും ബാക്കി ദിവസങ്ങൾ തിരുനട അടഞ്ഞു കിടക്കണമെന്നും ആയിരുന്നു അരുളപ്പാട്. മഞ്ഞൾപ്പറ പട്ടും താലിയും സമർപ്പിക്കുന്നത്, ഉടയാടകൾ, നെയ്വിളക്ക്, അതുപോലെ അരിപ്പറ, മലർപ്പറ, പൂവ് കൊണ്ടുള്ള പറ, ബ്രാഹ്മണിപ്പാട്ട്, വാൽക്കണ്ണാടി തുടങ്ങിയവയാണ് ദേവിയുടെ ഇഷ്ട വഴിപാടുകൾ. ഉത്സവ ദിവസങ്ങളിൽ ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണമെല്ലാം അകവൂർ മനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. 1400 വർഷത്തിലേറെ പഴക്കമുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവം വിശ്വാസവും ഐതിഹ്യവും കാഴ്ചകളും ഒരുമിക്കുന്ന അപൂർവതകളിൽ അപൂർവമായി മാറുന്നു. 12ാം ദിവസം നട അടയ്ക്കുമ്പോഴും പ്രത്യേക ചടങ്ങുകളുണ്ട്. മഹാദേവന്റെ അത്താഴ പൂജയ്ക്ക് മുമ്പായി ദേവിയെ പാട്ടുപുരയിൽ നിന്ന് ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്നു. 3 മനക്കാരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പുഷ്പിണി വീണ്ടും രംഗത്തേക്ക് പ്രവേശിക്കുകയും എല്ലാവരും ദർശനം നടത്തി കഴിഞ്ഞോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് മേൽശാന്തിയോട് നടയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. തുടർന്ന് നടയടയ്ക്കുന്നു. ശിവഭഗവാന്റെ ആദ്യ പത്നിയായ സതീദേവിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അപൂർവമായി മാത്രമേ സതീ പ്രതിഷ്ഠകൾ ഉണ്ടാകാറുള്ളൂ. സതീദേവിയുടെ നട എല്ലാ ദിവസവും തുറന്നിരിക്കുകയും ചെയ്യും. ഗണപതി ഭഗവാൻ, ധർമ്മശാസ്താവ്, മഹാവിഷ്ണു, ഭദ്രകാളി ദേവി എന്നീ പ്രതിഷ്ഠകൾ നമുക്ക് ക്ഷേത്രത്തിൽ കാണാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് കാണാം. ഭക്തജനങ്ങൾക്കായി പാർക്കിങ്ങിൻ്റെ കൂടെ തന്നെ വിശ്രമ കേന്ദ്രവുമുണ്ട്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.